Hi all. അപ്പോൾ നമ്മൾ ബാക്കി കൺസൈൻമെൻറ്റിൻ്റെ ബാക്കി നോക്കാനായിട്ട് പോവാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൺസൈനിയുടെ ബുക്കാണ്. നേരത്തെ നമ്മൾ കൺസൈനറുടെ ബുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൺസൈനി. അതായത് നമ്മൾ സെയിലിന് വേണ്ടി നമ്മൾ ഒരാൾക്ക് കൊടുക്കുമല്ലോ, അയാളാണല്ലോ കൺസൈനി. അയാളുടെ ബുക്സിൽ എങ്ങനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, റെസിപ്റ്റ്സ് ഓഫ് ഗുഡ്സ് ഫ്രം ദ കൺസൈനർ. കൺസൈനറുടെ അടുത്തു നിന്ന് ഗുഡ്സ് കിട്ടിക്കഴിയുമ്പം എങ്ങനെയാണെന്നുള്ളതാണ്. ആക്ച്വലി ആ സമയത്ത് കൺസൈനി എൻട്രി ഒന്നും എഴുതത്തില്ല. കാരണം ഇത് അയാൾക്ക് സെയിൽ കിട്ടുന്നതല്ലല്ലോ, അയാൾ ജസ്റ്റ് വിൽക്കാനായിട്ട് അയാളുടെ കയ്യിലോട്ട് ഗുഡ്സ് വരുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് എൻട്രി ഒന്നും എഴുതത്തില്ല. സെക്കൻഡ്, എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ കൺസൈനർ. കൺസൈനർക്കുണ്ടാകുന്ന എക്സ്പെൻസാണ്. അതൊരിക്കലും ആര് റെക്കോർഡ് ചെയ്യേണ്ട? കൺസൈനി റെക്കോർഡ് ചെയ്യേണ്ട. ദെൻ അഡ്വാൻസ് മെയ്ഡ് ബൈ ദ കൺസൈനി. ഇവിടെ തൊട്ടാണ് നമ്മൾ ആക്ച്വലി എൻട്രി എഴുതി വരുന്നത്. കൺസൈനർക്ക് എന്ത് കൊടുക്കുന്നു? അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ജേണൽ എൻട്രി കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് ഓർ ബിൽസ് പേയബിൾ. ഇനി ബിൽസ് ഡിസ്കൗണ്ടഡ് ബൈ ദ കൺസൈനർ വിത്ത് ദ ബാങ്ക്. ഇനി ഈ കിട്ടിയ ബില്ല് അല്ലെങ്കിൽ ചെക്ക് അയാൾ ബാങ്കിൽ കൊണ്ട് മാറുമ്പോഴും എന്താണ് അത് അയാളുടെ അല്ലേ, കൺസൈനറല്ലേ അത് ചെയ്യുന്നത്. അപ്പോൾ കൺസൈനിക്ക് എന്തില്ല, അതിനകത്ത് എൻട്രി എഴുതേണ്ട കാര്യമില്ല. ദെൻ സെയിൽ ഓഫ് ഗുഡ്സ് ബൈ ദ കൺസൈനി. കൺസൈനി സെയിൽ ഗുഡ്സ് വിൽക്കുമ്പോഴത്തേക്ക് ക്യാഷ് സെയിൽസും വരും, ക്രെഡിറ്റ് സെയിൽസും വരുമല്ലോ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, കൺസൈൻമെൻറ്റ് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനേഴ്സ് അക്കൗണ്ട്. ദെൻ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ കൺസൈനി. കൺസൈനിക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ. അപ്പോൾ ജേണൽ എൻട്രി കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ദെൻ കമ്മീഷൻ ഡ്യൂ ടു ദ കൺസൈനി. കൺസൈനിക്ക് കിട്ടുന്ന കമ്മീഷൻ. ജേണൽ എൻട്രി കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കമ്മീഷൻ അക്കൗണ്ട് എന്നാണ്. റിട്ടേൺ ഓഫ് ഗുഡ്സ് ടു ദ കൺസൈനർ. ആക്ച്വലി റിട്ടേണും നമ്മുടെ ഇതിനെ അഫക്റ്റ് ചെയ്യത്തില്ല. കാരണം ഗുഡ്സ് ആരുടെ? കൺസൈനറുടെ അല്ലേ. അതുകൊണ്ട് ജേണൽ എൻട്രി ഇല്ല. പേയ്മെൻറ്റ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടുമ്പോൾ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈൻമെൻറ്റ് ഡെറ്റേഴ്സ്. ബാഡ് ഡെറ്റ് വരുന്ന സമയത്ത് കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈൻമെൻറ്റ് ഡെറ്റേഴ്സ്. കമ്മീഷൻ, അതായത് കൺസൈനിക്ക് കൊടുക്കാനുള്ള കമ്മീഷൻ ഡിക്ലെയർ ആകുമ്പോൾ ജേണൽ, അതായത് ഡെറ്ററുടെ കമ്മീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബാഡ് ഡെറ്റും കൂടെ ആര് ഷെയർ ചെയ്യണം? കൺസൈനി ഷെയർ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ജേണൽ എൻട്രി ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈൻമെൻറ്റ് ഡെറ്റേഴ്സ് എന്നാണ്. ഇനി വെൻ ബിൽസ് പേയബിൾ അക്സെപ്റ്റഡ് ഇൻ ഫേവർ ഓഫ് കൺസൈനർ ഈസ് മീറ്റ് ഓൺ ഡ്യൂ ഡേറ്റ്. അതായത് കൺസൈനറുടെ അടുത്തു നിന്ന് കിട്ടിയ ബില്ല് നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ദെൻ റെമിറ്റൻസ് ഓഫ് ഫൈനൽ പേയ്മെൻറ്റ്. ഫൈനൽ പേയ്മെൻറ്റ് നമ്മൾ കൺസൈനർക്ക് കൊടുക്കുമ്പോൾ കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. അത് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ആ ബിൽസ് റിസീവബിളിനകത്ത് ആ ഒരു എൻട്രിക്കകത്ത് കാണിക്കുന്നത്. ദെൻ അൺസോൾഡ് സ്റ്റോക്ക് ഇൻ പൊസിഷൻ ഓഫ് ദി കൺസൈനി. കൺസൈനിയുടെ കയ്യിൽ കൺസൈനറുടെ അൺസോൾഡ് ആയിട്ടുള്ള ഗുഡ്സ്. ഇതിനകത്ത് എന്ത് എഴുതത്തില്ല, നമ്മൾ ജേണൽ എൻട്രി എഴുതത്തില്ല. കാരണം ഗുഡ്സ് ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്തതല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് കൺസൈനിയുടെ ഇതിൽ വരുന്നത്. അപ്പം അതിൻ്റെ അക്കൗണ്ട് ജേണൽ എൻട്രി പറഞ്ഞത് തന്നെ നമ്മൾ അക്കൗണ്ട് അടിയുടെ കാണിച്ചിട്ടുണ്ട്. കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ട് ടു ക്യാഷ് ഓർ ബാങ്ക്. കൺസൈനിയുടെ എക്സ്പെൻസ് ടു ബാങ്ക് ബിൽസ് പേയബിൾ. കൺസൈനി കൊടുത്ത അഡ്വാൻസ്. ദെൻ കമ്മീഷൻ, കൺസൈനിയുടെ കമ്മീഷൻ. ബൈ ബാങ്ക് ക്യാഷ് സെയിൽസ്. ബൈ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് സെയിൽസ്. ദെൻ ബൈ ബാങ്ക് ബാലൻസ് റെമിറ്റഡ്. അതുപോലെ കമ്മീഷൻ അക്കൗണ്ട് കൂടെ നമ്മൾ ചെയ്യണം. അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ അത് എഴുതണം. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ബൈ കൺസൈനേഴ്സ് അക്കൗണ്ട്, അതായത് കമ്മീഷൻ എമൗണ്ട്. ഇനി രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമ്മളൊരു ഇലിസ്ട്രേഷൻ 3 ചെയ്തിട്ടില്ലായിരുന്നു. അതിൻ്റെ സെയിം തന്നെയാണ് ഈ അത് ഇലിസ്ട്രേഷൻ 3-കകത്ത് നമ്മൾ കൺസൈനറുടെ അക്കൗണ്ടായിരുന്നു നമ്മൾ ചെയ്തത്. ഇത് ആ സെയിം ഇലിസ്ട്രേഷൻ വെച്ചിട്ട് കൺസൈനിയുടെ അക്കൗണ്ടാണ് ഈ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് രണ്ടും കൂടെ കാണിച്ചു തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇലിസ്ട്രേഷൻ 3 എടുത്തോണം. ഞാനിവിടെ ജേണൽ എൻട്രി മാത്രമേ നോക്കുന്നുള്ളൂ. ആദ്യം 5,000 നമുക്ക് അഡ്വാൻസ് തന്നായിരുന്നല്ലോ, കൺസൈനർക്ക് കൊടുത്തായിരുന്നല്ലോ. ജേണൽ എൻട്രി ബുഷ്, അതായത് കൺസൈനീസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ബുഷ് ആൻഡ് കമ്പനി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക്. ദെൻ നമുക്ക് എന്താണ് ക്യാഷ് സെയിൽസ് വരുമ്പോൾ ജേണൽ എൻട്രി അതിന് മുന്നായിട്ട് എക്സ്പെൻസസ്, കൺസൈൻമെൻറ്റിൻ്റെ എക്സ്പെൻസസ് വരുന്നത് ബുഷ് ആൻഡ് കമ്പനി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് 1,500. Then cash sale on consignment bank account debited to Bush and Company. Then commission കൊടുക്കുമ്പോഴത്തേക്ക് Bush and Company account debited to commission. നമുക്ക് ബാക്കി പേയ്മെൻറ്റ് നമ്മൾ നടത്തുമ്പോഴത്തേക്ക് Bush account debited to Bush and Company account debited to
ബാങ്ക് അക്കൗണ്ട്. ഇനി ലെഡ്ജർ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ എഴുതിയ ജേണൽ എൻട്രി എഴുതിയ അതേ സെയിം സംഭവങ്ങൾ തന്നെ ലെഡ്ജറിലോട്ട് ആക്കിയതാണ്. ടു ബാങ്ക് 1500, ടു ബാങ്ക് അഡ്വാൻസ് 5000, ടു കമ്മീഷൻ 2000, ഇത്രയും. ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് കൊണ്ട് സെയിൽ 20,000. അപ്പോൾ ബാലൻസ് വരുന്ന എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ബാങ്കിലേക്ക് മാറ്റും, 11,500. ഓക്കെ, ദെൻ കമ്മീഷൻ അക്കൗണ്ട്. കമ്മീഷൻ്റെ എമൗണ്ട് ഒക്കെ നമ്മൾ കഴിഞ്ഞ ഇലിസ്ട്രേഷൻ 3 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ജേണൽ എൻട്രി ബുഷ് ആൻഡ് കമ്പനി അക്കൗണ്ട് ഡെബിറ്റഡ് ടു കമ്മീഷൻ എന്നാണ്. അപ്പോൾ കമ്മീഷൻ അക്കൗണ്ടിൽ എന്തെഴുതും? ബൈ ബുഷ് ആൻഡ് കമ്പനി 2000. ബാക്കിയുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. സിമ്പിളാണ്. ജേണൽ എൻട്രി ഒന്ന് നോക്കിയാൽ മതിയാവും. അടുത്തത് അൺസോൾഡ് സ്റ്റോക്കാണ്. അൺസോൾഡ് സ്റ്റോക്കും അതിൻ്റെ വാല്യുവേഷൻ. അൺസോൾഡ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ കൺസൈനി ഏൽപ്പിച്ച ഗുഡ്സിൽ മൊത്തം ഒന്നും സെയിലായി പോകത്തില്ല, കുറച്ച് എന്തായിട്ടിരിക്കും? ആരും വാങ്ങിക്കാതെ വിൽക്കാതെ ഇരിക്കും. അതിനെയാണ് നമ്മൾ അൺസോൾഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് അൺസോൾഡ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നടത്തുന്നത്. ആ അൺസോൾഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് പ്രോഫിറ്റും ലോസും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അൺസോൾഡ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന ഒരു മെത്തേഡൊക്കെ ഉണ്ട്. അതിന് മുന്നേ ആയിട്ട് ഏതൊക്കെ എക്സ്പെൻസുകളാണ് നമ്മൾ ക്ലോസിങ് സ്റ്റോക്ക്, അതായത് അൺസോൾഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോസിങ് സ്റ്റോക്ക് അല്ലേ? ആ ക്ലോസിങ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനായിട്ട് എടുക്കുന്നതെന്ന് നോക്കാം. എടുക്കുന്ന എക്സ്പെൻസുകളും ഉണ്ട്, എടുക്കേണ്ടാത്ത എക്സ്പെൻസുകളും ഉണ്ട്. അപ്പോൾ എടുക്കുന്ന എക്സ്പെൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്യാരേജ് ആൻഡ് ഫ്രൈറ്റ്, ലോഡിംഗ് ചാർജസ്, കസ്റ്റംസ് ഡ്യൂട്ടി, ക്ലിയറിംഗ് ചാർജസ്, ഡോക്ക് ഡ്യൂസ്, ക്യാരേജ് പെയ്ഡ് ടു ദ ഗോഡൗൺ, ദെൻ അൺലോഡിംഗ് ചാർജസ്. ഇത്രയും എക്സ്പെൻസുകൾ എന്തായിട്ട് എടുക്കും? നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ അൺസോൾഡ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എടുക്കും. ഇനി എടുക്കേണ്ടാത്ത ചില എക്സ്പെൻസുകളുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗോഡൗൺ റെൻറ്റ്, ഡിസ്കൗണ്ട്, ബാഡ് ഡെറ്റ്, ഇൻഷുറൻസ് ഫോർ ഗുഡ്സ് ഇൻ ഗോഡൗൺ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്. ഇത്രയാണ് എടുക്കേണ്ടാത്ത എക്സ്പെൻസുകളായിട്ട് വരുന്നത്. ഓക്കെ ആണോ? നമുക്കൊരു ഇലിസ്ട്രേഷൻ നോക്കാം. ഇലിസ്ട്രേഷൻ 5. A sends goods worth ₹10,000 to B and paid ₹1,200 for packing and ₹800 for insurance. A Bക്ക് 10,000 ഗുഡ്സ് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് എന്നിട്ട് എന്ത് ചെയ്തു? 1,200 ഫോർ പാക്കിങ്ങിനും 800 ഇൻഷുറൻസിനും പേ ചെയ്തു. ഓക്കെ, ബി ടുക്ക് ദ ഡെലിവറി ഓഫ് ദി ഗുഡ്സ് ആൻഡ് പേ 200 ഫോർ ഫ്രൈറ്റ്. എന്നിട്ട് ബി ആ ഗുഡ്സിൻ്റെ ഡെലിവറി എടുത്തു. എന്നിട്ട് 2,000 ഫോർ ഫ്രൈറ്റിന് 2,000 കൊടുത്തു. 400 ഫോർ കാർട്ടേജിന് 400, അൺലോഡിങ് 600, ആൻഡ് ഗോ ഡൗൺ റെൻറ്റ് 400, ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ് 800. 400 ആ സെല്ലിംഗ് എക്സ്പെൻസസ് ആൻഡ് 800 ഫോർ ഇൻഷുറൻസ്. ഇത്രയും എക്സ്പെൻസുകൾ അവിടെ നടന്നിട്ടുണ്ട്. ബി സോൾഡ് 3/4 ഓഫ് ദി ഗുഡ്സ് ഫോർ 1,800. കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ബി എന്ത് ചെയ്തു? അതിൻ്റെ 3/4, അതായത് ടോട്ടൽ സ്റ്റോക്കിൻ്റെ 3/4 1,800-ന് സെയിലാക്കി. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ആ സ്റ്റെപ്സ് നോക്കിക്കേ. കോസ്റ്റ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക്. അപ്പം അൺസോൾഡ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ എന്താ? വിൽക്കാതിരിക്കുന്നത്. അപ്പോൾ വിറ്റത് എത്രയാ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 3/4 വിറ്റത് അല്ലേ? അതായത് ലാസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നുണ്ട് ബി സോൾഡ് 3/4 ഓഫ് ദി ഗുഡ്സ് ഫോർ 1,800. അപ്പോൾ 3/4 വിറ്റു എന്ന് പറയുമ്പോൾ വിൽക്കാതിരിക്കുന്നത് എത്രയാ? 1/4. മനസ്സിലായോ? അപ്പം ഏതിൻ്റെ 1/4? 10,000. അതായത് ടോട്ടൽ ഗുഡ്സ് ആണ് 10,000. 10,000-ൻ്റെ 1/4 വിൽക്കാനുള്ളത്. ദാറ്റ് ഈസ് അൺസോൾഡ് സ്റ്റോക്ക്. സോ 10,000 ഇൻറ്റു 1/4, അത് എത്ര വരും? 2,500. ദെൻ നോൺ റെക്കറിങ് എക്സ്പെൻസസ്. നോൺ റെക്കറിങ് എക്സ്പെൻസ് കൺസൈനറുടെ എടുക്കും, കൺസൈനിയുടെ എടുക്കും. കൺസൈനറുടെ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് നോൺ റെക്കറിങ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്? നമ്മുടെ പാക്കിംഗ് ചാർജസ് വരും. അതുപോലെ തന്നെ ഇൻഷുറൻസ്. പാക്കിംഗ് ചാർജസും ഇൻഷുറൻസും വരും. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം എത്രയാണ്? അതായത് 2,000-ഉം 800. ടോട്ടൽ എത്ര വരും നോൺ റെക്കറിങ് എക്സ്പെൻസ്? 1,200-ഉം 800. 1,200-ഉം 800 2,000 ആണ് ടോട്ടൽ നോൺ റെക്കറിങ് എക്സ്പെൻസ് ഓഫ് കൺസൈനർ. ഇനി കൺസൈനിയുടെ നോൺ റെക്കറിങ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, 2,000 ഫോർ ഫ്രൈറ്റിൻ്റെ എടുക്കും, 2,000 എടുക്കും, ആൻഡ് 400 ഫോർ കാർട്ടേജ് ആൻഡ് അൺലോഡിങ്. 400 കാർട്ടേജ് ആൻഡ് അൺലോഡിങ്. ഇത് രണ്ടുമാണ് നോൺ റെക്കറിങ് ആയിട്ട് വരുന്നത്. അല്ലാതെ ഗോ ഡൗൺ റെൻറ്റ്, സെല്ലിംഗ് ആൻഡ് എക്സ്പെൻസ്, ഇൻഷുറൻസ് ഇതൊന്നും നമ്മൾ എടുക്കത്തില്ല. ഓക്കെ, ഇപ്പോൾ ഇതൊന്നും നമ്മൾ എടുക്കത്തില്ല. എടുക്കുന്ന ഏത് മാത്രമാണ്? കൺസൈനറുടെ ഇൻഷുറൻസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. കൺസൈനിയുടെ ഇൻഷുറൻസ് നമ്മൾ എടുക്കത്തില്ല. പ്രത്യേകം നോട്ട് ചെയ്തോണേ. കൺസൈനറുടെ ഇൻഷുറൻസ് ആണെങ്കിൽ എടുക്കും, കൺസൈനിയുടേത് എടുക്കത്തില്ല. അതുകൊണ്ടാണ് ഇൻകേർഡ് ബൈ കൺസൈൻ, എക്സ്പെൻസ് ഇൻകേർഡ് ബൈ കൺസൈൻസി നമ്മൾ
കൺസൈനി നമ്മൾ എടുക്കാഞ്ഞത് ഇൻഷുറൻസിൻ്റെ എമൗണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ്, ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ്, നോൺ റെക്കറിങ് എക്സ്പെൻസ് വരുന്നത് 4400 ആണ്. ഓക്കെ, ഇനി നമ്മൾ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ പോകണം. അതിന് ഇക്വേഷൻ ഉണ്ട്. കോസ്റ്റ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് പ്ലസ് നോൺ റെക്കറിങ് എക്സ്പെൻസസ് ഇൻറ്റു കോസ്റ്റ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് കൺസൈൻ. ഇങ്ങനെയാണ് ഇക്വേഷൻ. ഇനി നമുക്ക് ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോസ്റ്റ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് എത്രയാണ്, അത് നമ്മൾ മേളിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ, 2500 പ്ലസ് നോൺ റെക്കറിങ് എക്സ്പെൻസ് അത് ടോട്ടൽ എടുക്കണം, അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 4400 ഇൻറ്റു കോസ്റ്റ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക്. ഏതാ കോസ്റ്റ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക്? 2500 അല്ലേ, 1/4 ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് കൺസൈൻ. ടോട്ടൽ ഗുഡ്സ് എത്രയാണ് നമ്മൾ കൺസൈൻ ചെയ്തത്? 10,000 അല്ലേ, സോ 10,000. അത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3600 ആണ് കോസ്റ്റ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അടുത്ത ലോസ് ഓഫ് ഗുഡ്സ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള ലോസ് നമുക്ക് ഉണ്ടാവാറുണ്ട്, നോർമൽ ലോസും അബ്നോർമൽ ലോസും. നോർമൽ ലോസ് എന്ന് വെച്ചാൽ യൂഷ്വലി നമ്മുടെ ബിസിനസ് ഡീലിങ്സിലുണ്ടാകുന്ന ലോസുകളാണ് നോർമൽ ലോസ് എന്ന് പറയുന്നത്. അത് എത്ര നോക്കിയാലും നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇതിനെയാണ് നോർമൽ ലോസ്. എന്നാൽ അബ്നോർമൽ ലോസ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നോർമലി ഉണ്ടാകുന്നതല്ല, നമ്മുടെ എന്തെങ്കിലും അശ്രദ്ധ കൊണ്ടോ അങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കുന്ന ലോസുകളാണ് അബ്നോർമൽ ലോസ്. ഇതൊന്നും നമ്മുടെ നോർമൽ ഓർഡിനറി ബിസിനസ് ഇവൻറ്റിൽ നടക്കുന്നതല്ല. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ്ലി ഒക്കെ വരുന്ന വലിയ വലിയ ലോസുകളാണ് അബ്നോർമൽ ലോ. വലുതോ ചെറുതോ ആയിട്ടുള്ള ലോസുകളാണ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ എന്താ, നോർമൽ ലോസ്, ദെൻ അബ്നോർമൽ ലോസ്. ഇതിന് രണ്ടിനും നമ്മൾ കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് ആ പാരഗ്രാഫിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട്, ഫോർ എക്സാമ്പിൾ 10,000 tons ഓഫ് കോൾ സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് കോസ്റ്റിംഗ് 100 each. 10,000 tons കോൾ നമ്മൾ സെൻഡ് ചെയ്യാണ് കൺസൈൻമെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വില 100 ആണ്, 100 each. ദ നോർമൽ വേസ്റ്റേജ് ഈസ് ₹200. അപ്പോൾ നോർമൽ വേസ്റ്റേജ് എന്ന് പറയുന്നത് 200 ആണ്, 200. കോൾ ഇസ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് കോസ്റ്റിംഗ് 100. ഓക്കെ, നോർമൽ വേസ്റ്റേജ് ഈസ് 200 tons. ലെറ്റ് us ഹൗ നോക്കി അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. ടോട്ടൽ കോസ്റ്റ് ഓഫ് 10,000, അതായത് ഒരെണ്ണത്തിൻ്റെ വില 100 ആണ്. അപ്പോൾ 10,000 × 100 എത്ര വരും? 10 lakh. ടോട്ടൽ യൂണിറ്റ്സ് 10,000 ആണ്. നോർമൽ ലോസ് എത്രയാ? 200 ആണ് നോർമൽ ലോസ് എന്ന് പറയും, 200 tons. അങ്ങനെയാണെങ്കിൽ 10,000-ൽ നിന്ന് 200 tons പോയി കഴിഞ്ഞാൽ, 10,000 tons-ൽ നിന്ന് 200 tons പോയി കഴിഞ്ഞാൽ പിന്നെ എത്രയേ ഉള്ളൂ നമുക്ക്? 9,800 tons ഉള്ളൂ. ശരിയല്ലേ? ഓക്കെ,
Then by 10,000 will now be the cost of 9,800 tons as the cost of normal loss is borne by the remaining units. അങ്ങനെ ആവുമ്പം അപ്പം അത്രയും ടൺസ് ലോസ് വന്നതുകൊണ്ട് the cost per unit will therefore, അതായത് കണ്ടുപിടിച്ച് നോക്കിക്കേ, 10 lakh divided by 9,800. പിന്നെ ഒരു കോസ്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 ആയിരിക്കത്തില്ല. പിന്നെ എന്താ, ലോസ് വന്നതുകൊണ്ട് നമ്മുടെ പ്രൈസ് എന്ത് ചെയ്യും, കൂടും അല്ലേ. അതുകൊണ്ട് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 10 lakh divided by 9,800 എത്രയാ, 102.04 ആയിരിക്കും. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഇങ്ങനെയാണ് നമ്മൾ നോർമൽ ലോസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ. പിന്നെ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ആ സെക്കൻഡ് പാരഗ്രാഫിൻ്റെ ലാസ്റ്റിൽ പറയുന്നുണ്ട് ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി എമൗണ്ട് പ്രൈസ് കണ്ടുപിടിച്ച് അതുപോലെ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് കൺസൈൻഡ് ഇൻറ്റു അൺസോൾഡ് യൂണിറ്റ്സ് ഡിവൈഡഡ് ബൈ റിമൈനിങ് യൂണിറ്റ്സ്. ഇങ്ങനെയാണ് ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കാം, അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാവും. റാം കൺസൈൻഡ് 2,000 tons ഓഫ് കോൾ അറ്റ് ₹50 per ton ടു ശ്യാം ഓഫ് ഡൽഹി. റാം എന്താണ് 2,000 tons ഓഫ് കോൾ ആർക്ക് കൺസൈൻമെൻറ്റ് ചെയ്തു, ഡൽഹിയിലുള്ള ശ്യാമിന് 50 per ആണ് ടൺ. ഓക്കെ. മൊത്തം 2,000 tons ആണ്, ഒരു ടണ്ണിന് 50. ഹി പെയ്ഡ് ₹20,000 ആസ് ഫ്രൈറ്റ് ഡ്യൂ ടു 20,000 എന്തായിട്ട് കൊടുത്തു, ഫ്രൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡ്യൂ ടു ദ നോർമൽ വേസ്റ്റേജ് 1,950 tons ഓൺലി വെയർ റിസീവ്ഡ് ബൈ ദ ശ്യാം. അപ്പം നോർമൽ വേസ്റ്റേജ് കാരണം 1,950 tons മാത്രമേ ശ്യാമിന് കിട്ടിയുള്ളൂ. അപ്പോൾ ടോട്ടൽ എത്രയാണ് നമ്മൾ സെൻഡ് ചെയ്തത്, 2,000 നിന്ന് ശ്യാമിന് എത്ര കിട്ടിയുള്ളൂ, 1,950. അങ്ങനെയാണെങ്കിൽ നോർമൽ വേസ്റ്റേജ് എത്ര വന്നിട്ടുണ്ട്, 50 അല്ലേ. 50 അല്ലേ നോർമൽ വേസ്റ്റേജ് എന്ന് പറയുന്നത്. ഹീ പെയ്ഡ് ₹5,000 ആസ് അൺലോഡിങ് ചാർജസ്. 5,000 എന്തായിട്ട് കൊടുത്തു, അൺലോഡിങ് ചാർജസ് ആയിട്ട് കൊടുത്തു. ഗുഡ്സ് സോൾഡ് വെയർ 1,300 tons. അൺലോഡിങ് ചാർജസ് 5,000, ദെൻ ഗുഡ്സ് സോൾഡ് വെയർ 1,300 tons. അപ്പം ഗുഡ്സ് വിറ്റത് 1,300 tonsൻ്റെ ഗുഡ്സ് നമ്മൾ വിറ്റ്. ടോട്ടൽ 2,000 ഉണ്ടായിരുന്നു, അതിൽ 50 ലോസ് ആയിരുന്നു, പിന്നെ ബാക്കിയുള്ളതിൽ 1,300 നമ്മൾ സെയിലാക്കിയിട്ടുണ്ട്. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ദ സ്റ്റെപ്സ് നോക്കിക്കേ. കോസ്റ്റ് ഓഫ് 2,000 tons ഓഫ് കോൾ അറ്റ് ₹50 per ton. 2,000 ടൺസിന് 50 രൂപ വെച്ച് എത്ര രൂപയാകും, 1 lakh ഉണ്ട്. ഓക്കെ. അതിൻ്റെ കൂട്ടത്തിൽ ഫ്രൈറ്റും അതുപോലെ അൺലോഡിങ് ചാർജസും ആഡ് ചെയ്യണം. 20,000 + 5,000. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് എത്രയാ, 1,25,000 ആണല്ലോ. ഇനി അൺസോൾഡ് യൂണിറ്റ്സ് നോക്കാം. ടോട്ടൽ യൂണിറ്റ്സ് എത്രയാ, 2,000. അതിൽ എത്രയാണ് നമ്മൾ ലോസ് ആയി പോയത്, യൂണിറ്റ് ലോസ്റ്റ് 50. അപ്പോൾ ഇനി റിമൈനിങ് യൂണിറ്റ്സ് എത്രയേ ഉള്ളൂ, 1,950. ഇതിനകത്തു നിന്നാണ് എത്ര ടൺ വിറ്റത്, 1,300 tons നമ്മൾ വിറ്റത്. അപ്പോൾ ഇനി ബാക്കി എത്രയുള്ളൂ യൂണിറ്റ്സ് അൺസോൾഡ് എത്രയാ, 650. ഓക്കെ ആണോ. അൺസോൾഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 650 ആണ്. ഇനി വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് 2,000 tons 2,000 ടൺസിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര, 1,25,000 ആണല്ലോ. ഇനി കോസ്റ്റ് ഓഫ്, അങ്ങനെയാണെങ്കിൽ 1,950 യൂണിറ്റ്സ് ടൺസിൻ്റെ കോസ്റ്റ് എത്രയായിരിക്കും, അതായത് 1,950 എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായുള്ള 50 മൈനസ് ചെയ്തിട്ടുള്ളത് അതെത്ര വരും, 1,25,000.
കോസ്റ്റ് ഓഫ് 2000 ടൺസ് 1,25,000. ഇനി ഇൻഫ്ലേറ്റഡ് കോസ്റ്റ് പെർ ടൺ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കിക്കേ. 1,20,000 അതവിടെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. കോസ്റ്റ് ഓഫ് 1,950യുടേത് 1,25,000 അല്ല വരേണ്ടത്. എനിവേ നിങ്ങൾ ആ ഇൻഫ്ലേറ്റഡ് കോസ്റ്റ് പെർ ടൺ നോക്കിയാൽ മതി. അത് കണ്ടുപിടിക്കുന്നത് 1,25,000 ഡിവൈഡഡ് ബൈ 1,950 ടൺസ് കോസ്റ്റ്. കാരണം ഇനി ഇപ്പോൾ 10,000 യൂണിറ്റ്സ് ഇല്ലല്ലോ, അതിനകത്ത് 50 പോയി കഴിഞ്ഞാൽ പിന്നെ 1950 അല്ലേ ഉള്ളൂ. അപ്പം ഇൻഫ്ലേറ്റഡ് കോസ്റ്റ് പെർ ടൺ കണ്ടുപിടിക്കുന്നത് 1,25,000 ഡിവൈഡഡ് ബൈ 1,950 ടൺസ്. ഓക്കെ, അപ്പോൾ എത്ര വരും ഇൻഫ്ലേറ്റഡ് കോസ്റ്റ് പെർ ടൺ? 64.10 എന്ന് വരും. ഇനി വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കിക്കേ. നമ്പർ ഓഫ് അൺസോൾഡ് യൂണിറ്റ്സ് ഇൻറ്റു ഇൻഫ്ലേറ്റഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. നമ്പർ ഓഫ് അൺസോൾഡ് യൂണിറ്റ്സ് എത്രയാ? 650. അതവിടെ മേളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇൻറ്റു ഇൻഫ്ലേറ്റഡ് കോസ്റ്റ് പ്രൈസ് എത്രയാ? 64.10. അപ്പോൾ നമുക്ക് 41,665 എന്ന് കിട്ടും. ഇതാണ് വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓൾട്ടർനേറ്റീവ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതിങ്ങനെ ചെയ്താൽ മതി. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് കൺസൈൻഡ് ഇൻറ്റു അൺസോൾഡ് യൂണിറ്റ്സ് ഡിവൈഡഡ് ബൈ റിമൈനിങ് യൂണിറ്റ്സ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് കൺസൈൻഡ് 1,25,000 ഇൻറ്റു അൺസോൾഡ് യൂണിറ്റ്സ് എത്ര? 650 ഡിവൈഡഡ് ബൈ റിമൈനിങ് എന്ന് പറയുന്നത് 1,950. അപ്പോഴും നമുക്ക് സെയിം എമൗണ്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് നോക്കാം അബ്നോർമൽ ലോസ്. അബ്നോർമൽ ലോസ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ നോർമലായിട്ട് സംഭവിക്കുന്നതല്ല. നമ്മുടെ അബ്നോർമലി നമ്മുടെ എന്തെങ്കിലും നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരുന്നതാണ്. അങ്ങനെ അതുമൂലമൊക്കെ വരുന്നതാണ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അബ്നോർമൽ ലോസ് കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് അബ്നോർമൽ ലോസ് യൂണിറ്റ്സ് ഇൻറ്റു കോസ്റ്റ് പെർ യൂണിറ്റ് പ്ലസ് നോൺ റെക്കറിങ് എക്സ്പെൻസ് അപ് ടു ദ പോയിന്റ് ഓഫ് ലോസ് ഇൻറ്റു നമ്പർ ഓഫ് അബ്നോർമൽ ലോസ് ബൈ യൂണിറ്റ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൺസൈൻ. ഇത് അതുപോലെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. അബ്നോർമൽ ലോസ് നമ്മുടെ നോർമൽ ഇതിൽ അല്ലാത്തത് കൊണ്ട് നമ്മളത് നമ്മുടെ ഇതിലേക്ക് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ജേണൽ എൻട്രി അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഇത് 3 രീതി വരാറുണ്ട്. ഈ അബ്നോർമൽ ലോസ് നമുക്ക് അൺഇൻഷുർഡ് ആയിട്ടുള്ള കേസുണ്ട്, പാർഷ്യലി ഇൻഷുർഡ് കേസുണ്ട്, ഫുള്ളി ഇൻഷുർഡ് കേസുണ്ട്. ഇനി അൺഇൻഷുർഡ് ആണെങ്കിൽ, അതായത് ഒരു തരത്തിൽ ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് ഒരു വകയും കിട്ടാതെ വരുന്ന കേസുകളിൽ ജേണൽ എൻട്രി P&L അക്കൗണ്ട് ഡെബിറ്റ് ടു അബ്നോർമൽ ലോസ് കംപ്ലീറ്റ് നമുക്ക് ലോസാണ്. ഇനി പാർഷ്യലി ഇൻഷുർഡ് എന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട്, ബാക്കി അത് നമുക്ക് കിട്ടി, ബാക്കി നമുക്ക് നഷ്ടമാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട് ഡെബിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട്, ഇങ്ങനെയായിരിക്കും. ഇനി നമുക്ക് ഫുള്ളി ഇൻഷുർഡ് നഷ്ടം വന്ന ഫുൾ എമൗണ്ടും ഇൻഷുറൻസിൽ നിന്ന് കിട്ടിയെങ്കിൽ ജേണൽ എൻട്രി ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട് ഡെബിറ്റ് ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട് എന്നായിരിക്കും. ഓക്കെ, ഇലിസ്ട്രേഷൻ 8 എന്ന് നോക്കാം. ഫിലിപ്സ് റേഡിയോ കമ്പനി കൺസൈൻ 100 ട്രാൻസിസ്റ്റേഴ്സ് ടു ദെയർ ഏജൻറ്റ് പോൾ റേഡിയോസ്, ഡൽഹി. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ഈച്ച് ട്രാൻസിസ്റ്റർ ഈസ് 75. ഓരോന്നിൻ്റെയും കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 75 അങ്ങനെ 100 എണ്ണമാണ് നമുക്കുള്ളത്, നമ്മൾ വിറ്റത് കൺസൈൻമെൻറ്റ് ചെയ്തത്. ദ കൺസൈനർ പെയ്ഡ് 200 ഫോർ ഫ്രൈറ്റ്, 50 ഫോർ കാർട്ടേജ് ആൻഡ് 400 ഫോർ ഇൻഷുറൻസ്. ഇത് മൂന്നും നോൺ റെക്കറിങ് കൺസൈനറുടെ നോൺ റെക്കറിങ് എക്സ്പെൻസ് ആണ്. 5 ട്രാൻസിസ്റ്റേഴ്സ് വെർ ടോട്ടലി ഡിസ്ട്രോയിഡ് ഇൻ ട്രാൻസിറ്റ്. അപ്പം 5 എണ്ണം നശിച്ചു പോയി. ടോട്ടൽ 75 എണ്ണം, അതിനകത്ത് 5 എണ്ണം പോയി. ഇനിയിപ്പോൾ എത്രയേ ഉള്ളൂ? 70 എണ്ണേ ഉള്ളൂ, അത് ഓർത്തോണേ. അല്ല സോറി, ടോട്ടൽ എത്ര എണ്ണം? 200 എണ്ണമായിരുന്നു. 200 എണ്ണത്തിൽ 50 എണ്ണം ടോട്ടൽ 100 എണ്ണം 100 എണ്ണമാണ് നമ്മുടെ ടോട്ടൽ ട്രാൻസിസ്റ്റേഴ്സ്. അതിൽ 5 എണ്ണം പോയി. ദ ഇൻഷുറൻസ് ക്ലെയിം ഓഫ് 300 വാസ് അഡ്മിറ്റഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി. അപ്പം ക്ലെയിം കമ്പനി 300 രൂപ ഇൻഷുറൻസ് കമ്പനി തരും, ക്ലെയിം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ദ കൺസൈനി ടുക്ക് ദ ഡെലിവറി ഓഫ് 95 റേഡിയോസ് ആൻഡ് സ്പെൻഡ് റുപ്പീസ്. അപ്പോൾ ടോട്ടൽ ഇനി 95 ട്രാൻസിസ്റ്റേഴ്സ് അല്ലേ ഉള്ളൂ. നേരത്തെ 100 ഉണ്ടായിരുന്നു, 5 എണ്ണം നശിച്ചു പോയി, പിന്നെ 95 എണ്ണം. ആ 95 എണ്ണം നമ്മൾ വിറ്റു, കൺസൈനി വിറ്റു. ആൻഡ് സ്പെൻഡ് 190 ഫോർ ക്ലിയറിംഗ് ചാർജസിന് വേണ്ടി 190, 95 ഫോർ കാർട്ടേജ്, 250 ഓൺ ഗോഡൗൺ റെൻറ്റ് ആൻഡ് ₹150 ആസ് സെല്ലിംഗ് എക്സ്പെൻസ്. ഇത്രയാണ് കൺസൈനിക്ക് വന്ന എക്സ്പെൻസുകളെന്ന് പറയുന്നത്. ദേ സോൾഡ് ഓൾ ദ യൂണിറ്റ്സ് അറ്റ് 100 ഈച്ച്. പോൾ റേഡിയോസ് ആർ എൻറ്റൈറ്റിൽഡ് ടു 5% കമ്മീഷൻ ഓൺ ടോട്ടൽ സെയിൽസ്. ടോട്ടൽ സെയിൽസിൻ്റെ 5% കമ്മീഷൻ കൺസൈനിക്ക് കൊടുക്കണമെന്ന്. ഇത്രയായിരുന്നു ആ ഒരു കൺസൈൻമെൻറ്റിലുള്ള കാര്യങ്ങൾ.
ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അബ്നോർമൽ ലോസ് ഒന്ന് കണ്ടുപിടിക്കാം. അബ്നോർമൽ ലോസ് കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് അബ്നോർമൽ ലോസ് യൂണിറ്റ്സ് ഇൻറ്റു കോസ്റ്റ് പ്രൈസ് പെർ യൂണിറ്റ് പ്ലസ് നോൺ റെക്കറിങ് എക്സ്പെൻസസ് ബിഫോർ ലോസ് ഇൻറ്റു അബ്നോർമൽ ലോസ് യൂണിറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ്. ഓരോന്നായിട്ട് നോക്കാം. നമ്പർ ഓഫ് അബ്നോർമൽ യൂണിറ്റ്സ് എത്ര എണ്ണം ലോസ് ആയി പോയത്? 5 എണ്ണം അല്ലേ? 5 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് പെർ യൂണിറ്റ്, ഒരെണ്ണത്തിൻ്റെ വില എത്രയായിരുന്നു? 75 അല്ലേ? സോ 5 ഇൻറ്റു 75 പ്ലസ് നോൺ റെക്കറിങ് എക്സ്പെൻസ് ബിഫോർ ലോസ്, അതായത് ലോസിന് തൊട്ട് മുന്നേ വരെ ഉണ്ടാകുന്ന നോൺ റെക്കറിങ് എക്സ്പെൻസ് ഏതൊക്കെയാണ്? അപ്പോൾ നോക്കിക്കേ, കൺസൈനറുടെ അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 200 ഫ്രൈറ്റ് ഉണ്ട്, കാർട്ടേജ് 50 ഉണ്ട്, 400 ഇൻഷുറൻസ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ എത്രയാണ് വരുന്നത് നോൺ റെക്കറിങ് എക്സ്പെൻസ്? 650. എമൗണ്ടുകളൊക്കെ ബ്രാക്കറ്റ് ടെക്സ്റ്റ് സൊല്യൂഷനകത്ത് കാൽക്കുലേഷൻസ് ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേഷൻസ് എഴുതി തന്നെ വെക്കണം. ഏതൊക്കെയാണ്? 200 ഫോർ ഫ്രൈറ്റ്, 50 ഫോർ കാർട്ടേജ് ആൻഡ് 400 ഫോർ ഇൻഷുറൻസ്. അങ്ങനെയാണ് 650 അവിടെ വരുന്നത്. ഇൻറ്റു അബ്നോർമൽ ലോസ് യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്. അബ്നോർമൽ ലോസ് യൂണിറ്റ് എത്ര? 5 എണ്ണമല്ലേ ലോസ് ആയി പോയത്? 5 ഡിവൈഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് എത്ര? 100. അത്രയും ചെയ്യുമ്പോൾ അത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 407.50, അത് റൗണ്ട് ചെയ്ത് 408 അല്ലെങ്കിൽ 408ലേക്ക് മാറും. ഇതാണ് അബ്നോർമൽ ലോസ്. ഇനി നമുക്ക് ലെഡ്ജേഴ്സ് എഴുതാം. ആദ്യം നമ്മൾ ബുക്സ് ഓഫ്, അതായത് കൺസൈൻമെൻറ്റ് അക്കൗണ്ടാണ്. ബുക്സ് ഓഫ് ഫിലിപ്സ് റേഡിയോ കമ്പനി. ആദ്യം എന്താണ്? ഞാൻ ജേണൽ എൻട്രി ഒന്നും ഇനിയും പറയുന്നില്ല, ഞാൻ അക്കൗണ്ട് ജസ്റ്റ് അങ്ങ് ഡിസ്കസ് ചെയ്ത് പോവാണ്. ഡെബിറ്റ് സൈഡിൽ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. എത്ര രൂപയുടെ എത്ര ഗുഡ്സ് സെൻഡ്? ബ്രാക്കറ്റ് കാൽക്കുലേഷൻ കാണിക്കണം. 100 ട്രാൻസിസ്റ്റേഴ്സ് ആയിരുന്നു അല്ലേ? അതിൽ ഒരെണ്ണത്തിൻ്റെ വില എത്ര? 75. അപ്പം 100 ഇൻറ്റു 75 എത്ര വരും? 7500. ഓക്കെ ആണോ? ഇനി എക്സ്പെൻസുകൾ. ആ എക്സ്പെൻസ് എന്ന് പറയുമ്പം മറ്റേ നോൺ റെക്കറിങ് എക്സ്പെൻസുകളാണ് നമ്മൾ തൊട്ട് മേളിൽ എഴുതിയത് 650. അപ്പോൾ ടു ബാങ്ക് 650. ഓക്കെ, ദെൻ ടു പോൾ റേഡിയോസ് എക്സ്പെൻസ് ടോട്ടൽ എടുക്കണം. അതായത് ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുമ്പം കൺസൈനിക്കുണ്ടായ ടോട്ടൽ എക്സ്പെൻസുകളാണ്. കൺസൈനിക്കുണ്ടായ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് ക്ലിയറിംഗ് ചാർജസ് ഒരു 190 ഉണ്ട്, കാർട്ടേജ് 95 ഉണ്ട്, ഗോ ഡൗൺ റെൻറ്റ് 250 ഉണ്ട്, ആൻഡ് സെല്ലിംഗ് ആൻഡ് എക്സ്പെൻസ് 150. അങ്ങനെ ടോട്ടൽ അതെല്ലാം കൂടെ എടുക്കുമ്പം 685 ആണ് ടോട്ടൽ എക്സ്പെൻസ് വരുന്നത്. ദെൻ ടു പോൾ റേഡിയോ, അത് കമ്മീഷനാണ്. അപ്പോൾ കമ്മീഷൻ്റെ ക്ലോസ് എന്താണ്? ടോട്ടൽ സെയിൽസിൻ്റെ 5%. അപ്പോൾ ടോട്ടൽ സെയിൽസ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? ടോട്ടൽ സെയിൽസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതായത് നമുക്കറിയാം മൊത്തം എത്ര യൂണിറ്റ്സാണ് നമ്മൾ സെയിലിന് വേണ്ടി കൊടുത്തത്? 100. 100-നകത്തുനിന്ന് 5 എണ്ണം എന്തായി? നഷ്ടം പറ്റിപ്പോയി അല്ലേ? അപ്പോൾ നമുക്കിനി എത്രയേ ഉള്ളൂ? 95 എണ്ണയല്ലേ ഉള്ളൂ. അപ്പോൾ സെയിൽ വാല്യൂ എന്ന് പറയുന്നത് 95 ഇൻറ്റു 100, അതായത് 95 യൂണിറ്റ്സ് ഉണ്ട്. ഒരു യൂണിറ്റിന് 100 രൂപ വെച്ച് എത്ര വരും? 9500 വരും. കാൽക്കുലേഷൻ എഴുതിയെടുക്കണം കേട്ടോ. 9500, അതാണ് ടോട്ടൽ സെയിൽ പ്രൈസ്. ഇനി അതിൻ്റെ 5% എന്ന് പറയുന്നതാണ് ഏത്? കമ്മീഷനായിട്ട്, വിച്ച് ഈസ് 475. ടു പോൾ റേഡിയോസ് ബ്രാക്കറ്റിൽ കമ്മീഷൻ 475. ഓക്കെ, ദെൻ ക്രെഡിറ്റ് സൈഡിൽ ബൈ അബ്നോർമൽ ലോസ്, അത് നമ്മൾ കണ്ടുപിടിച്ചു 408. ഇനി ടോട്ടൽ സെയിൽ പ്രൈസ് അത് അവിടെ കൊടുത്തിട്ടുണ്ട്. ടു ബൈ പോൾ റേഡിയോ സെയിൽസ് 9500, അതിൻ്റെ ബ്രാക്കറ്റിൽ 95 ഇൻറ്റു 100 എന്ന് കാണിച്ചേക്കണം. അങ്ങനെയാണ് 9500 വരുന്നത്. ദെൻ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുന്നു. ഡെബിറ്റ് സൈഡിലാണ് കുറവ്, അവിടെ നമ്മൾ എഴുതുന്നു ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എത്രയാണ് വരുന്നത്? 598. ഓക്കെ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഓക്കെ ആണല്ലോ. അടുത്തത് പോൾ റേഡിയോ അക്കൗണ്ട്, അവരുടേത് പോൾ കമ്മീഷൻ കൊടുക്കുന്ന എഴുതണമല്ലോ. പോൾ റേഡിയോ അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസിൻ്റെ കമ്മീഷൻ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം പോൾ റേഡിയോ അക്കൗണ്ട് ഡെബിറ്റഡ് ടു കമ്മീഷൻ എത്രയാണ് ടോട്ടൽ സെയിൽസ് വരുന്നത്? 9500, ബ്രാക്കറ്റിൽ 100 ഇൻറ്റു 95. ഡെബിറ്റ് സൈഡിൽ ബൈ കമ്മീഷൻ അക്കൗണ്ട് എക്സ്പെൻസ് എത്രയാണ്? 685. ദെൻ എഗെയിൻ ബൈ കമ്മീഷൻ അക്കൗണ്ട് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് കമ്മീഷൻ കൊടുത്ത് 475. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുന്നു. ബാങ്കിലേക്ക് എത്ര രൂപ വരും? ബാലൻസിങ് ഫിഗർ ആണ് കേട്ടോ, 8340. ആക്ച്വലി അക്കൗണ്ടൊക്കെ നമ്മൾ നല്ല ആദ്യമേ കൺസൈനറുടെ ഡിസ്കസ് ചെയ്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിൽ പോകുന്നത്. ആ ക്ലാസ് കാണാത്തവർ അത് കണ്ടിട്ട് വന്ന് ഇത് കാണുക കേട്ടോ. അടുത്ത് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. അതിങ്ങനെ ജേണൽ എൻട്രി എങ്ങനെയാ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. അപ്പോൾ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എങ്ങനെ എഴുതും? ബൈ കൺസൈൻമെൻറ്റ് 7500. എങ്ങനെയാണ് 7500 വരുന്നത്?
ആക്ച്വലി എത്രയാണ് നമ്മൾ കൊടുത്തത്? 100 യൂണിറ്റ്സ് അല്ലേ? എത്ര രൂപയ്ക്ക്? 75. അപ്പോൾ 100 × 75 ആണ് 7500. ഡെബിറ്റ് സൈഡിൽ ടു ട്രേഡിംഗ് അക്കൗണ്ട്, അത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ടു ട്രേഡിംഗ് അക്കൗണ്ട് 7500. ഇനി അബ്നോർമൽ ലോസ് അക്കൗണ്ട്. അബ്നോർമൽ ലോസ് അക്കൗണ്ട് നോക്കിക്കേ. ജേണൽ എൻട്രി, അബ്നോർമൽ ലോസിൻ്റെ ജേണൽ എൻട്രി അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈൻമെൻറ്റ് എന്നാണ്. അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്ര രൂപയാണ്? 408. സോ അബ്നോർമൽ ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് 408. ഇനി ഇൻഷുറൻസ് കമ്പനിയുടെ എത്ര രൂപ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു? 300 ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പം ബൈ ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട് 300. അത്രയേ ഉള്ളൂ. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുന്നു. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 108. ക്ലിയർ? അടുത്ത് ബുക്സ് ഓഫ് പോൾ റേഡിയോ ഫിലിപ്സ് റേഡിയോ അക്കൗണ്ട് നോക്കിക്കേ. ഇനി അവരുടെ എക്സ്പെൻസുകളൊക്കെയാണ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ജേണൽ എൻട്രി ടു ബാങ്ക് എക്സ്പെൻസ്. എത്ര രൂപ ടോട്ടൽ എക്സ്പെൻസ് ആയി കൺസൈനിക്ക്? 685. കൺസൈനിക്ക് എത്ര നമ്മൾ കമ്മീഷൻ കൊടുത്തു? അതായത് ടു കമ്മീഷൻ 475. ഓക്കെ. ദെൻ ബാങ്ക് സെയിൽ എത്ര വന്നു? 9500. ഡിഫറൻസ് ടു ബാങ്ക് 8340. ക്ലിയർ ആയോ അത്? ദെൻ കമ്മീഷൻ അക്കൗണ്ട് ജേണൽ എൻട്രി ഫിലിപ്സ് റേഡിയോ കമ്പനി അക്കൗണ്ട് ഡെബിറ്റ് ടു കമ്മീഷൻ എന്നാണ്. കമ്മീഷൻ്റെ അവിടെ ബൈ ഫിലിപ്സ് റേഡിയോ കമ്പനി 475. അത് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു 475 ഈച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അബ്നോർമൽ ലോസും അബ്നോർമൽ ലോസും.